നമസ്കാരം. തൊഴിലിടത്തിലെ സ്ട്രെസ്സ് കാരണം കഴിഞ്ഞ ദിവസം ഒരു ജീവൻ പൊലിഞ്ഞു. ഇത് ആദ്യത്തെ കാര്യമല്ല, ഇത് അവസാനത്തേതാവുകയുമില്ല. ഇതിനു മുമ്പ് കുറേ കാലം മുമ്പാണ് ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തത്. അതും തൊഴിലിടത്തിലെ ഇതേ സ്ട്രെസ്സ് തന്നെയാണ്. ഇപ്പോൾ തൊഴിൽ മന്ത്രാലയമൊക്കെ വളരെ ഊർജ്ജസ്വലമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനുള്ള തീവ്രമായൊരു ശ്രമമൊക്കെ തുടങ്ങുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് മാത്രമൊന്നും ഉദ്ദേശിച്ച ഫലം ഉണ്ടാവാൻ പോകുന്നില്ല. അടിസ്ഥാനപരമായൊരു മാറ്റം നമ്മുടെ കുട്ടികളിലുണ്ടാവണം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. അതിന് നേരെ നമ്മൾ കണ്ണടച്ചിട്ടോ ഉറക്കം നടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. തൊഴിലിടത്തിലുള്ള സ്ട്രെസ്സൊക്കെ പണ്ടേ ഉണ്ട്, ഇന്നും ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് ഞാനൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ബോസായിട്ടിരുന്നത് ഒരു ആന്ധ്രാപ്രദേശുകാരനാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമേ വഴങ്ങൂ, എനിക്കാണെങ്കിൽ മലയാളം മാത്രമേ വഴങ്ങൂ. അപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച 2-3 കൊല്ലം ഞാൻ അനുഭവിച്ച വലിയൊരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നതൊന്നും പുള്ളിക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ കോമയിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ അവസ്ഥയായിരുന്നു. എനിക്ക് പുള്ളിയോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതൊക്കെ ഒരിക്കലും എനിക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ സ്ട്രെസ്സായി മാറിയിട്ടുണ്ട്. അന്നൊക്കെ ഒരുപാട് പെയിൻ എടുത്തിട്ടാണെങ്കിൽ പോലും അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ചെറിയ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനോ താങ്ങാൻ പറ്റുന്നില്ല. ഈ മരണവും അല്ലെങ്കിൽ ഇതുപോലുള്ള ആത്മഹത്യകളൊന്നും ഒരിക്കലും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അതൊക്കെ ഓഫീസിനകത്തുള്ള പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അതേപോലെ തൊഴുത്തിൽ കൂത്തുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിന് ഉപോത്ബലകമായിട്ടുണ്ട്. അതൊന്നും നമുക്കൊരിക്കലും ചെറുതായിട്ട് കാണാനും പറ്റില്ല. അതൊക്കെ മാറുകയും വേണം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓഫീസ് എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ടാവണം. അതിലൊന്നും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്ഥിതിയിലും വലിയ തോതിൽ മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ വർക്ക് പ്ലേസ് ഒരിക്കലും ഒരു ഏണിംഗ് സ്പേസാക്കി മാത്രം മാറ്റരുത്. ഏണിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യ കാര്യം തന്നെയാണ്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം, നല്ല രീതിയിൽ നല്ല സാഹചര്യത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം. ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ എല്ലാത്തിലും പ്രാധാന്യം ഫിനാൻസിന് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ധനത്തിന് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ശമ്പളത്തിന് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തെ ഒരു ഏണിംഗ് സ്പേസാക്കി മാത്രം കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. ഈ ഏണിംഗ് സ്പേസിനപ്പുറത്ത് ഈ സ്ഥലത്തെ ഒരു ലേണിംഗ് സ്പേസാക്കി കൂടി കാണാൻ നമ്മുടെ കുട്ടികൾ പഠിക്കണം. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അലവൻസ് കിട്ടും. നമുക്കൊരു സിം കാർഡ് തരും, ഒരു ഫോൺ തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വണ്ടി തരും. ഇതെല്ലാം നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ തിരിച്ചവിടെ കൊടുക്കണം. ആ കമ്പനി വിട്ട് പോകുമ്പോൾ ഇതെല്ലാം സറണ്ടർ ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് പോകാൻ. പക്ഷേ നമ്മൾ സറണ്ടർ ചെയ്യേണ്ടാത്ത ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഈ കമ്പനിയിൽ ഇത്രയും നാൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ശരിയായ അസറ്റ്. നമുക്ക് ആ കമ്പനിയിൽ നിന്നുണ്ടായ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയേക്കാൾ പ്രാധാന്യം ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ കുറേ അറിവുകളാണ്. ആ അറിവുകൾക്കായിരിക്കണം ആ കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പെർക്സിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ഏണിംഗ് സ്പേസ് മാത്രമാക്കി കമ്പനിയെ കാണുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാൾ നമ്മുടെ മുകളിൽ വരാം, അത് വലിയൊരു സ്ട്രെസ്സായി മാറും. നമ്മളെക്കാൾ മിടുക്ക് കുറഞ്ഞ ഒരാൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ശമ്പളം മേടിക്കുന്നൊരവസ്ഥ വരാം. നമുക്ക് ഉറപ്പായിരിക്കും നമുക്ക് മുകളിലുള്ള ആൾ നമ്മളുടെ അത്രയും കഴിവില്ല, നമ്മളുടെ അത്രയും അറിവില്ല. പക്ഷേ അയാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അനുസരിക്കാൻ നിർബന്ധിതരാകും. നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഏണിംഗ് സ്പേസാക്കി മാറ്റാതെ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിനെ ഒരു ലേണിംഗ് സ്പേസാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഷെയറിംഗ് ആണ്. അതോടൊപ്പം തന്നെ കെയറിങ്ങും. ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോകണം. വീടുകൾക്കുള്ളിലുള്ള ഷെയറിങ്ങും കെയറിങ്ങും എല്ലാം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞു. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലുള്ളത് തുറന്നു പറയാൻ നല്ല സുഹൃത്തുക്കളില്ല. വീട്ടിൽ അച്ഛനും അമ്മയും തിരക്കാണ്, അവരോട് പോലും തുറന്നു പറയാൻ പറ്റുന്നില്ല മക്കൾക്ക്. സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു കാലഘട്ടം തന്നെ ഇല്ലാണ്ടായി. നമ്മുടെയൊക്കെ ഒരു 1-2 തലമുറയ്ക്ക് മുമ്പ് നമ്മുടെ അച്ഛന്മാരും നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ എൻജോയ് ചെയ്തിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയോ? കൂട്ടുകുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയപ്പോൾ. അപ്പോൾ അവരനുഭവിച്ചിരുന്ന വല്ലാത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമുണ്ടായിരുന്നു. അന്ന് കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ ഒരു 10-20 പേരുണ്ടാവും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അവിടെ. ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് കൊണ്ടും കൊടുത്തുമൊക്കെ അതിനുള്ളിൽ കിടന്നിങ്ങനെ ജീവിച്ചിട്ട് ശ്വാസം മുട്ടി അതിൽ നിന്ന് ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പറിച്ച് നടപ്പെട്ടപ്പോൾ അച്ഛൻ, അമ്മ, 1-2 കുട്ടികൾ, ഒരു കൊച്ചു വീട്, ചുറ്റുമതിൽ, ഇതിനകത്തായിപ്പോയി ലൈഫ്. അത് വല്ലാത്തൊരു സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം തരുന്ന സുഖവും നമ്മുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ മുത്തച്ഛന്മാരോ ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ സുഖത്തിന് പിന്നിലുണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ സുഖം ഒരു താൽക്കാലികമായ സുഖമായിരുന്നു നമ്മൾ വൈകി തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ അതുകൊണ്ടുണ്ടായി. നമുക്ക് പരസ്പരം ഷെയറിംഗ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി. കൂട്ടുകുടുംബ സമ്പ്രദായം ഇല്ലാണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് സഫർ ചെയ്യുന്നത് പ്രായമായവരും കൊച്ചുകുട്ടികളുമാണ്. ഒരു മതിൽക്കെട്ടിനകത്ത് അമ്മയും അച്ഛനും ഒരു മകളും ഒരു മകനും ജീവിക്കുമ്പോൾ
ഈ മകളുടെ ഭാഗത്തുനിന്നോ മകൻ്റെ ഭാഗത്തുനിന്നോ പൊറുക്കാനാവാത്തൊരു തെറ്റുണ്ടായാൽ ആ മതിൽക്കെട്ടിനുള്ളിൽ തന്നെ അത് സംസ്കരിക്കപ്പെടുകയാണ്. അല്ലാതെ അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാനോ ആ സംഭവം വീട്ടിലെ കൂടപ്പിറപ്പുകളുടെ മുമ്പിൽ പോലും ചർച്ച ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. സമൂഹം അതിനെ അനുവദിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, നമ്മുടെ മകനോ നമ്മുടെ മകൾക്കോ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ആ മതിൽക്കെട്ടിനകത്ത് തന്നെ ആ പ്രശ്നം കൊണ്ട് കുഴിച്ചു മൂടുകയാണ്. അതുകൊണ്ടുണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ അത് ആ ഒരു പ്രശ്നം ഉണ്ടാക്കി വയ്ക്കുന്നത് സമൂഹത്തിലാണെങ്കിലും ചുറ്റുപാടുകളിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നത്തിനത് കാരണമാണ്. അതും ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് കൂട്ടാനൊരു കാരണമാണ്. മെജോറിറ്റി പെൺകുട്ടികളും വിവാഹത്തിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണത്? അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ അവരിഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ അവരാഗ്രഹിക്കുന്നത് ഒരു സോളോ ലിവിങ് സ്റ്റൈലാണ്. ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോയപ്പോൾ നമ്മുടെ മുതിർന്ന തലമുറ അനുഭവിച്ച അതേ സുഖം തന്നെയാണ് ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് സോളോ സ്റ്റൈൽ ഓഫ് ലിവിങ്ങിലേക്ക് മാറുമ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളും അനുഭവിക്കുന്നത്. കുറേ പേര് വിവാഹം കഴിക്കാൻ തയ്യാറല്ല. കുറേ പേരുടെ കൺസെപ്റ്റ് വേറെയാണ്. അവർ ലിവിങ് ടുഗദർ കൺസെപ്റ്റിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അവിടെ സെൽഫ് സെൻറ്റേർഡാണ് പല കുട്ടികൾ. അവർക്ക് ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പുകളില്ല, ലോങ് ലാസ്റ്റിംഗ് ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അവരതിലൊന്നും വിശ്വസിക്കുന്നില്ല. അവർക്ക് എയിം ചെയ്യണം, കിട്ടിയ കാശ് അടിച്ച് പൊളിച്ച് നടക്കണം. അവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കാൻ പാടില്ല ആരും. നമുക്കൊന്നും ചെയ്യാനാവുന്നില്ല. ഇവിടെ നിസ്സഹായാവസ്ഥയാണ് നമ്മളെല്ലാവരും. നമ്മുടെ കുട്ടികൾ തെളിച്ച വഴിയെ പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴിയെ തെളിക്കാനേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തു തന്നെയായാലും അത് ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അത് അച്ഛനമ്മമാരോട് തന്നെ ആവണമെന്നില്ല. അങ്ങനെ ഒരുക്കി കൊടുത്താൽ മാത്രമേ ഈ സ്ട്രെസ്സെല്ലാം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കൂ. തീർച്ചയായിട്ടും ഇപ്പം കേന്ദ്ര മന്ത്രാലയമൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് നല്ലൊരു തൊഴിലിടം വേണം. നല്ലൊരു തൊഴിലിടം ഉണ്ടാവണം. വളരെ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് അധികാരികൾ തീർച്ചയായിട്ടും അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ സമൂലമായ മാറ്റം കുട്ടികളിലുണ്ടാക്കാൻ രക്ഷിതാക്കളായ നമ്മളും ശ്രമിക്കണം. നന്ദി.